ലോകത്തിൽ രണ്ടു തരം സ്നേഹമേയുള്ളൂ, ആത്മാർത്ഥ സ്നേഹവും അഭിനയിക്കുന്ന സ്നേഹവും. ഒരു ജന്മം അവസാനിക്കുമ്പോഴേക്കും ഇവ രണ്ടിലൂടെയും കടന്നുപോയവരായിരിക്കും നമ്മളിൽ ഏറെ പേരും. ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ആ സ്വപ്നത്തെ കാണാൻ കഴിയണം. ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക, അല്ലാതെ അവരെക്കുറിച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ല. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാത്ത സ്നേഹമോ പരിഗണനയോ ബഹുമാനമോ ആദരവോ അയാളുടെ മരണശേഷം കൊടുക്കുകയാണെങ്കിൽ അതിനെ പ്രഹസനം എന്നേ പറയാൻ പറ്റൂ. എല്ലാവരുടെയും കഴിവുകൾ ഒരുപോലെ ആകണമെന്നില്ല, എന്നാൽ സ്വന്തം കഴിവുകളെ വികസിപ്പിച്ചെടുക്കുവാനുള്ള അവസരം ഒരുപോലെയാണ്. നമ്മുടെ സത്യസന്ധമായ അധ്വാനമാണ് നമ്മെ നയിക്കുന്ന വഴികാട്ടി. നാം കഠിനാധ്വാനം ചെയ്താൽ നമുക്ക് എല്ലാവർക്കും അഭിവൃദ്ധി പ്രാപിക്കാം. ജീവിതം ഇരുട്ടിൽ അകപ്പെടുമ്പോഴാണ് ആത്മാർത്ഥമായ സ്നേഹത്തെയും പൊള്ളയായ സ്നേഹത്തെയും ശരിക്കും തിരിച്ചറിയാൻ സാധിക്കുക. തിരിച്ചു പിടിക്കണം എന്ന് നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും കാലം തിരിച്ചു തരാത്ത 4 കാര്യങ്ങളാണ് സമയം, വാക്ക്, ജീവിതം, അവസരം എന്നിവ. സ്വപ്നങ്ങൾ ചിന്തകളായി മാറുന്നു, ചിന്തകൾ പ്രവൃത്തികളായി അവസാനിക്കുന്നു. അതിനാൽ നിങ്ങൾ സ്വപ്നങ്ങൾ കാണുക. നിങ്ങളുടെ ഭാവനയെ വേണ്ട രീതിയിൽ ഒരു നിക്ഷേപമാക്കുകയാണെങ്കിൽ ജീവിതത്തിൽ പല വിജയങ്ങളും നിങ്ങൾക്ക് നേടാനാകും. 50 പേരെ സ്നേഹിക്കുന്നവന് 50 തരം പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരുവനെയും സ്നേഹിക്കാത്തവന് ഒരു പ്രശ്നം പോലും ഉണ്ടാകില്ല. ഒരു അമ്മയുടെ സ്നേഹത്തെ ലോകത്തിലെ മറ്റൊന്നിനോടും നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. പകരം വെക്കാൻ കഴിയാത്ത സ്നേഹം, അത് അമ്മയുടേത് മാത്രം. ഒരാളുടെ പുറംഭംഗി കണ്ടു മോഹിക്കുന്നതിനേക്കാൾ നല്ലത് അയാളുടെ അകംഭംഗി മനസ്സിലാക്കി സ്നേഹിക്കുന്നതാണ്. നാം ഇന്നത്തേക്ക് കുറച്ചു ത്യാഗങ്ങൾ സഹിച്ചാലേ നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു നാളെയെ നൽകാനാവൂ. ഒരു വ്യക്തിയുടെ സ്വഭാവം, കഴിവ്, ഭാവി എന്നിവ രൂപപ്പെടുത്തുന്ന വളരെ മാന്യമായ ഒരു തൊഴിലാണ് അധ്യാപനം. സൗമ്യമായ സംസാരവും പെരുമാറ്റവും അതിനോടൊപ്പം തന്നെ സെക്സിനോട് വളരെ താല്പര്യവും കാണിക്കുന്ന പങ്കാളിയെയാണ് കൂടുതൽ പുരുഷന്മാരും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. സ്നേഹം നടിക്കുന്നവർ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ നമ്മിൽ നിന്നും അകലാൻ ശ്രമിക്കുമ്പോൾ, ആത്മാർത്ഥമായി സ്നേഹിച്ചവർ എന്നും നമ്മെ കൂടെ ചേർത്തു പിടിക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ സഹനശക്തി നിങ്ങളുടെ വിജയത്തിൻ്റെ കാതൽ ആകുന്നു. യഥാർത്ഥ സൗന്ദര്യം ഉളവാകുന്നത് മനസ്സിൽ നിന്നാണ്, മുഖത്തു നിന്നല്ല.